അപ്പോ തംബ്നെയിലോ ടൈറ്റിലോ കണ്ടിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ദൈവം ഇല്ല പറയാനോ അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് കളിയാക്കാനോ വേണ്ടിയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ദൈവം ഉണ്ടോന്നോ ഇല്ലോന്നോ ഇതുവരെ തെളിയിച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. അതിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. സോ എനിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള കാര്യം എന്ത് വെച്ചാ, ഈ ഭൂമി ഉണ്ടാക്കിയത് ആരാണ്? കൂടുതൽ പേര് പറയും ദൈവമാണെന്ന്. അപ്പോ ഈ ഗാലക്സി ഉണ്ടാക്കിയത് ആരാണ്? അതായത് ഗാലക്സി പറഞ്ഞാൽ അറിയാത്തവർക്ക്, ഗാലക്സി എന്ന് വെച്ചാൽ ഭൂമിനെ പോലെ കുറെ ഗ്രഹങ്ങളും സൂര്യനും ചേർന്നിട്ടുള്ളതാണ് ഒരു ഗാലക്സി. അപ്പൊ അതാരായിരിക്കും? അത് ദൈവം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ യൂണിവേഴ്സ് ഉണ്ടാക്കിയത് ആരാണ്? യൂണിവേഴ്സ് വെച്ചാൽ ഈ കുറെ ഗാലക്സികൾ ചേർന്നതാണ് ഒരു യൂണിവേഴ്സ്. അപ്പൊ അതും ഉണ്ടാക്കിയത് ദൈവം തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും പറയാനുള്ളത്. സോ ഇത്രയും വലിയ യൂണിവേഴ്സിലെ വളരെ ചെറിയ ഗാലക്സിയിലെ വളരെ വളരെ ചെറിയ ഭൂമിയിലെ വളരെ 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 ചെറിയൊരു അംശമാണ് മനുഷ്യൻ. ഇതിലാർക്കും തർക്കമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്രയും വലിയ യൂണിവേഴ്സേ ഉണ്ടാക്കിയ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഏതോ മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചർച്ചിനെയോ പള്ളിനെയോ അമ്പലത്തിനെയോ കുറിച്ചല്ല പറഞ്ഞത്. എല്ലാം നല്ലതാണ്. കാരണം നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് വേറെ ആരും പറയാനില്ലാത്തപ്പോ അമ്പലത്തിൽ പോയിട്ട് സങ്കടമൊക്കെ പറയുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അമ്പലം നല്ലതാണ്. കാരണം ഞാനൊരു അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ റിഫ്രഷ് മൈൻഡ് സെറ്റ് കിട്ടുന്നുണ്ട്. ഇത് എന്റെ മാത്രം വിശ്വാസമാണ്. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ബാഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് എനിക്ക് ബാഡായിട്ട് എന്തെങ്കിലും നടക്കുമ്പോ ഞാൻ വിചാരിക്കും അമ്പലത്തിൽ പോകാത്തത് കൊണ്ടായിരിക്കുമോ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നാലോചിച്ച് ഞാൻ വീണ്ടും നെഗറ്റീവ് ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരു റിഫ്രഷ് മൈൻഡ് സെറ്റ് റിഫ്രഷ് മൈൻഡ് സെറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമ്പലം നല്ലൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നം എവിടെയാന്ന് വെച്ചാ, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചില ആചാരങ്ങളും ചില ആളുകളുമാണ്. അത് മാത്രമല്ല, കുറെ കാലമായിട്ട് നമുക്കൊക്കെ അറിയാം ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ കുറച്ചു പേരുണ്ട്. ഇതിനെ വിശ്വസിക്കാനും കുറെ പേരുണ്ട്. കാലൻ വരിക കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചിക്ക് ഫോൺ ചെയ്യും. ഇവർക്കും ലക്ഷക്കണക്കിന് കാണിക്ക് കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട്. ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സയൻസും ആത്മീയതയും അല്ലെങ്കിൽ വിശ്വാസവും കൂടി കലർത്തിയിട്ട് കാശുണ്ടാക്കുന്നവരും ഉണ്ട്. You may already know, most of you, that after a person dies, up to 11 days for sure, most of the time up to 14 days, fingernails grow, hair grows. You know this? So it is by using this. ആൾ എന്ത് പറയുന്ന വെച്ചാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ മരിച്ച് 11 ദിവസം വരെ നമ്മുടെ മുടിയും നഖവും വളരും എന്നാണ് ആൾ അതിൽ പറയുന്നത്. പക്ഷെ സത്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മരിച്ച നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ വെള്ളമൊക്കെ പോയിട്ട് അപ്പൊ നമ്മുടെ സ്കിന്നിലെ വെള്ളമൊക്കെ പോകുമല്ലോ. അപ്പൊ നമ്മുടെ സ്കിന്ന് ചുരുങ്ങിയിട്ട് ഓട്ടോമാറ്റിക്കലി ഒരാളെ നോക്കുമ്പോൾ എന്താ തോന്നുക? മുടിയും നഖവും വളർന്നതായിട്ടായിരിക്കും തോന്നുക. ഇതിനെയാണ് ആൾ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഇതിനും ചാൻസും ഉണ്ട്. ഇപ്പൊ ഏതുതരം വിശ്വാസികളെ കുറ്റപ്പെടുത്താനല്ല, എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ദൈവം പാലഭിഷേകത്തിൽ കുടിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതും ദൈവത്തിനും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പാലഭിഷേകം പറഞ്ഞത് കൊണ്ട് ഹിന്ദുക്കളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്ന് ആരും വിചാരിക്കണ്ട. എനിക്ക് അറിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. കാരണം ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. എല്ലാ മതത്തിലും നടക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ എല്ലാ വിശ്വാസത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു 50% പോലും സഹ മനുഷ്യന് കൊടുക്കണില്ലാലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളുടെ ഒരു കാര്യം നടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോൾ ദൈവമാണ് ചെറുതാവണത്. നമ്മൾ കാശ് കൊടുക്കാം. ഇപ്പൊ അമ്പലമോ പള്ളിയോ നടത്തിപ്പിനോ അല്ലെങ്കിൽ അമ്പലം കെട്ടാനോ അല്ലെങ്കിൽ പള്ളി കെട്ടാനോ ഒക്കെ കാശ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമ്പലവും പള്ളികളൊക്കെ കെട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനാണ്, അല്ലാണ്ട് ദൈവത്തിന്റെ ആവശ്യത്തിനല്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്നിട്ടും കാശ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. പാവങ്ങൾക്ക് യൂസ് ആവണ പോലെ കൊടുക്കും. கடவுள் இல்லன்னு மட்டும் சொல்லாதீங்களே. ஐயோ, நான் கடவுள் இல்லைன்னு எங்க சொன்னேன்?
இருந்தா நல்லா இருக்குன்னு நான் சொன்னேன். நீ ரொம்ப கோவமா இருக்க, நான் அப்புறமா வந்து மீட் பண்றேன்.